Hello everyone, this is Amina, currently pursuing biomedical engineering third year from TKM Institute of Technology, Kollam. Our group 1 focuses on dialysis machine, and today we have here with us Mr. Sibin M. Krishna, service specialist in dialysis, to enlighten us more about dialysis machine and its working. So without further ado, I'm a member of Group 1. Today we are here with the 6th open talk and introductory session on dialysis machine by Group 1 of Biomed 360 campaign. The main goal of Biomed 360 is to get a virtual learning experience to comprehend the functioning of medical devices. This campaign focuses on bringing together all the students and professionals from the Biomed. This campaign is a joint initiative by IEEE EMPS Young Professional volunteers and biomedical engineering students with the main aim of building the biomedical society. This campaign provides a bird's eye perspective equipment, thus reaching out to the common people. And today we have here with the introductory session on dialysis machine guided by our mentor, Mr. Sibin M. Krishnan. So, Sibin sir has been a constant support right from the beginning of a group. So with utmost welcome, I welcome Sibin sir to the session. So before we begin with the questions, Sibin sir, would you like to tell us a little bit about your experience and yourself and everything you would like to share with us? Okay, ഞാൻ സിബിൻ. ഞാൻ 2007 പാസ് ഔട്ട് ആയത്. 2007 ബാച്ചിലാണ് പഠിച്ചിറങ്ങിയത്. 2007 മുതൽ ഡയാലിസിസ് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. 2007 സ്റ്റാർട്ട് ചെയ്തത് ഒരു റീഫർബ് മെഷീനിലായിരുന്നു. അതിനുശേഷം പ്രസനേഴ്സിന്റെ റീഫർബ് മെഷീനിലാണ് വർക്ക് ചെയ്തത്. അതിനുശേഷമാണ് കുറച്ചു കാലം അബ്രോഡ് ആയിരുന്നു. ഇപ്പോഴും പ്രസനേഴ്സ് മെഷീനിലാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്, ഡയാലിസിൽ മാത്രം. ഇപ്പോൾ ഞാൻ ഒരു കമ്പനിയിലും വർക്ക് ചെയ്യുന്നില്ല, സ്വന്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ ഞാൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ബേസിക് ആയിട്ട് എന്റെ പേഴ്സണൽ ഇൻഫർമേഷൻ അത്രയേ ഉള്ളൂ. പിന്നെ 2007 മുതൽ സ്റ്റാർട്ട് ചെയ്ത സമയം വെച്ചിട്ട് ഇപ്പോഴത്തെ മെഷീൻസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള സിറ്റുവേഷനല്ല ഇപ്പോഴുള്ളത്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ബേസിക് ടൂൾസ് വെച്ചിട്ട് നമുക്ക് മെഷീൻ സർവീസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ സാധിക്കില്ല. ഇപ്പൊ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങൾ. അതൊക്കെയാണ് കോമൺ ആയിട്ട് പറയാനുള്ളത്. പിന്നെ മൈസെൽഫ് ഇപ്പൊ ഞാനിപ്പോ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഓൺലി ഫോൺ സപ്പോർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് വർക്ക് ചെയ്തതും നമ്മുടെ കേരള ടെക്നോളജീസ് എന്ന കമ്പനിയിലായിരുന്നു. നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളയുടെ കോൺട്രാക്ട് ആയിട്ടാണ് വർക്ക് ചെയ്തത്. നമ്മുടെ ഓൾ കേരള സർവീസ് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഞാൻ. ഞങ്ങൾക്ക് 2 years ആയിട്ട് ഫീൽഡ് വർക്ക് ചെയ്യുന്നില്ല, ഓൺലി ഫോൺ സപ്പോർട്ട്. Can you first give a brief explanation on the basics of how dialysis is done and also the technical procedures of the dialysis machine? ഒരു ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ക്യൂർ അല്ല. ഇതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് മാത്രമാണ്. ഒരു ജസ്റ്റ് ഒരു ഹ്യൂമനെ അവർക്ക് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ്. ഒരിക്കലും ഒരു ക്യൂർ അല്ല. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ യൂസിങ് വെന്റിലേറ്റർ അതുപോലെ തന്നെ ഒരു ലൈഫ് സേവിങ്സ് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, ക്യൂർ ആവുന്നില്ല. ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷൻ തന്നെ അതിന്റെ ഒരു 60% വരേക്കും, അത്ര ഇല്ലെങ്കിലും അതിനടുത്ത് വരേക്കും നമ്മൾ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഡയാലിസിസ്. അതിൽ ബേസിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ ബ്ലഡ് ബോഡിയിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഒരു ഡയാലിസിസ് ഫ്ലൂയിഡ് ഉപയോഗിച്ച് അതിന് പ്യൂരിഫൈ ചെയ്തിട്ട് റിട്ടേൺ തിരിച്ചു കയറ്റുന്നു. അതാണ് മെയിൻലി ഡയാലിസിസ് നടക്കുന്നത്. ആ ഡയാലിസിസ് ഫംഗ്ഷൻ നടക്കുമ്പോൾ നമ്മുടെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് എക്സ്ട്രാ ബാക്കിയെല്ലാം ആഡ് ചെയ്യുന്നത്. പിന്നെ ഡയാലിസിസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതിൽ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് RO വാട്ടർ പ്ലസ് അസറ്റിക് ആസിഡ് പിന്നെ സോഡിയം ബൈകാർബണേറ്റ് ആണ്. So what are the different types of dialysis and how is each patient given a specific type based on their condition? സ്പെഷ്യൽ ടൈപ്പ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹീമോഡയാലിസിസ് ഉണ്ട്, പിന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. അതിൽ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിനാണ് ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. പിന്നെയുള്ളത് പെരിറ്റോണിയൽ ഡയാലിസിസ് ആണ്. അത് നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഈ പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി കാവിറ്റിക്ക് ഉള്ളിൽ ഒരു ബാഗ് ഫിക്സ് ചെയ്യും. ആ ബാഗ് ഫിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഫ്ലൂയിഡ് ആഡ് ചെയ്യും. ആ ഫ്ലൂയിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടൈം കഴിയുമ്പോൾ അത് റിമൂവ് ചെയ്യും. ഇതാണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും, പക്ഷെ അത് കുറച്ചുകൂടെ ഒരു ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ ഹെൽത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കണം, നോർമൽ ആയിരിക്കണം.
പിന്നെയുള്ള നെക്സ്റ്റ് മെത്തേഡാണ് ഹീമോഡയാലിസിസ്. അതാണ് നോർമൽ കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഹീമോഡയാലിസിസ് യൂസ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു ഡയാലിസിസ് പഠിച്ച ടെക്നീഷ്യന്റെ അടുത്ത് ചെന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൽ ഹീമോഡയാലിസിസ് തന്നെ പല മെത്തേഡ് ഉണ്ട്. ഒന്ന് ഹീമോഡയാലിസിസ്, പിന്നെ ഒന്ന് ഹീമോഡയാഫിൽട്രേഷൻ, ഓൺലൈൻ ഡയാലിസിസ് എന്ന് കൂടെ പറയും. ഹീമോഡയാലിസിൽ നമ്മുടെ ബ്ലഡ് എടുത്ത് സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് തിരിച്ചു കയറ്റുന്നു. ഹീമോഡയാഫിൽട്രേഷനിൽ നമ്മുടെ ബ്ലഡിലോട്ട് എക്സ്ട്രാ സലൈൻ ആഡ് ചെയ്യും. ആ സലൈൻ ആഡ് ചെയ്ത ശേഷം ആണ് അതിൽ നിന്ന് ഒന്ന് വേസ്റ്റ് റിമൂവ് ചെയ്യുന്നത്. ഒരു തേർഡ് മെത്തേഡ് കൂടെ ഉണ്ട്, അതിനെ CRRT എന്ന് പറയും. CRRT എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി. ഇപ്പം അത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ICU വെന്റിലേറ്ററിലുള്ള ഒരു പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ കിഡ്നി ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്യും. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ഉള്ള ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. അത് കോമൺലി ICUയിലുള്ള വെന്റിലേറ്റർ കേസിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. So what should be the health status of the patient while doing hemodialysis? Normal requirements and stuff. ഓക്കെ. പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പേഷ്യന്റ് സ്റ്റേബിൾ ആയിരിക്കണം, BP ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ BP ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ഇടയ്ക്ക് BP കൂടാനും കുറയാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഹെൽത്ത് സ്റ്റാറ്റസ് നോർമൽ ഹെൽത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും പ്രോബ്ലം ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാനായിട്ട്. So coming to the technical side, what are the common technical issues faced while doing the dialysis process? ഓക്കെ. ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് വരുന്ന കോമൺ ഇഷ്യൂ ആണ് കണ്ടക്ടിവിറ്റി പ്രോബ്ലം. അത് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത് ഒരു അപ്പേക്ക് ബൈകാർബ് പ്ലസ് ഓറോ വാട്ടർ മിക്സ് വെച്ചിട്ടാണ്. ആ മിക്സിങ് ചെയ്യുന്ന പ്രൊപ്പോർഷനിൽ ഇത് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടക്ടിവിറ്റി ഇഷ്യൂസ് വരും. അത് ഒരു 10 ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ, ഒരു മെഷീനിൽ തന്നെ 10 ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരു ഔട്ട് ഓഫ് 4 or 5 ടൈംസ് കണ്ടക്ടിവിറ്റി ഇഷ്യൂസ് വരും. അതിന് കാരണം ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡും ബൈകാർബ് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പുറത്ത് വരാം. പിന്നെ അതുപോലെ തന്നെ ആറോ വാട്ടറിന്റെ സപ്ലൈ കുറഞ്ഞു പോയാലും അങ്ങനെ പ്രശ്നം വരാം. പിന്നെ വരുന്ന ഇഷ്യൂ ആണ് ടെമ്പറേച്ചർ ഇഷ്യൂ. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലേക്ക് തന്നെ ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഹീറ്റർ കോയിൽ ഉണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന ചെറിയ ഈ ഫ്ലോയുടെ ഇഷ്യൂസ് കൊണ്ട് കൂടി പോലും ഈ പറഞ്ഞ പോലെ ഹീറ്റർ പ്രശ്നം വരാം. മെയിൻലി വരുന്ന പ്രോബ്ലംസ് കണ്ടക്ടിവിറ്റി ആൻഡ് ഹീറ്റ്. And how is this waste filtered out after dialysis? ഡയാലിസിസ് മെഷീനകത്ത് ട്രീറ്റ്മെന്റ് നടക്കുമ്പോൾ ഡയലൈസർ ആണ് അത് യൂസ് ചെയ്യുന്നത് ഒരു ഫിൽറ്റർ ആയിട്ട്. മെഷീനിന്റെ അകത്തേക്ക് ബ്ലഡ് കയറി പോകുന്നില്ല. ഈ ഡയലൈസർ ഫിൽറ്റർ വഴിയാണ് പ്യൂരിഫിക്കേഷൻ നടക്കുന്നത്. ആ പ്യൂരിഫൈ ചെയ്ത് പോകുന്ന ബ്ലഡ് പേഷ്യന്റിന്റെ മേത്തേക്കും ഫിൽറ്റർ ചെയ്ത് വരുന്ന വേസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഡ്രെയിൻ ലൈൻ വഴി പുറത്തോട്ട് പോകും. ആ ഡ്രെയിൻ ലൈനിലത്തെ ടെമ്പറേച്ചർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഈ ഇൻലെറ്റ് ആറോ വാട്ടർ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഡ്രെയിൻ ലൈനിലെ വേസ്റ്റ് വാട്ടറിന്റെ ടെമ്പറേച്ചർ മാത്രം നമ്മൾ കൺസ്യൂം ചെയ്യും. മെഷീനകത്ത് വെച്ച് കൺസ്യൂം ചെയ്യും. അതിനൊരു ചേമ്പർ ഉപയോഗിച്ച് കൺസ്യൂം ചെയ്യും. ഹീറ്റ് എക്സ്ചേഞ്ചിങ് ചേമ്പർ വഴി ആ ഹീറ്റ് മാത്രം കൺസ്യൂം ചെയ്യും. ബാക്കി ഡയറക്റ്റ് ആയിട്ട് പുറത്തോട്ട് പോകും. And what are the safety and precautions taken before as well as after the dialysis? ഓക്കെ. പേഷ്യന്റ് സൈഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ BP കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആണ്. ഈവൻ ഡയാലിസിസ് മെഷീനിൽ തന്നെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അതൊരു ഓപ്ഷൻ ആയിട്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാ മെഷീനിലും അത് കമ്പൽസറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് BP മോണിറ്ററിംഗ്. അതുപോലെ തന്നെ വീനസ് പ്രഷർ, അതായത് നമ്മൾ ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്ന ആ പോയിന്റിലത്തെ പ്രഷറും ബ്ലഡ് തിരിച്ച് കയറുന്ന പോയിന്റിലെ പ്രഷറും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്ററിംഗ് സൗകര്യം മെഷീനിനകത്തുണ്ട്. അതുകൂടെ തന്നെ ബ്ലഡ് ലൈനിൽ ഏതെങ്കിലും തരത്തിലുള്ള എയർ ബബിളോ മറ്റോ എത്തിപ്പെട്ടാൽ അത് സെൻസ് ചെയ്യാനുള്ള സെൻസർ മെഷീനിലുണ്ട്. What is the clinical effectiveness and safety of hemodialysis compared with peritoneal dialysis? ഹീമോഡയാലിസിസിൽ ചെയ്യുന്ന പേഷ്യന്റ് സ്റ്റാറ്റസ് വെച്ചിട്ടാണ് ഈ ഹീമോഡയാലിസിസ് വേണോ പെട്രോഡയാലിസിസ് വേണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സേഫ്റ്റി എന്ന് പറയുമ്പോൾ അത് ഹീമോഡയാലിസിലെ സേഫ്റ്റി കൂടുതലായിരിക്കും. കാരണം അത് നമ്മൾ ചെയ്യുന്നത് ടെക്നീഷ്യന്റെ അടുത്തായിരിക്കും, ഓർ ഡോക്ടർ അടുത്തുണ്ടാവും. ഈ പെട്രോഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ബൈ ചാൻസ് ഇപ്പോൾ കാർഡിയക് അറസ്റ്റ് ആ സമയത്ത് വരികയാണെങ്കിൽ തന്നെ നമുക്കത് ഒരു പക്ഷെ ആരും അറിയില്ല. നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അത് കുറച്ച് സേഫ്റ്റി കമ്പാരിറ്റീവ്ലി സേഫ്റ്റി കുറവായിരിക്കും. So what can be done to improve the safety of drug treatment in patients receiving dialysis?
ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന മെഡിസിൻ അത് എന്ത് തന്നെ ആയാലും അത് ഫിൽട്ടർ ഔട്ടായി പോകും. അപ്പോൾ മോസ്റ്റ്ലി ഡയാലിസിസ് പേഷ്യൻസിന് ഇപ്പൊ ഏത് മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ കൂടി അത് മാക്സിമം നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റിന് ബാധിക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ പേഷ്യൻസിന് ഇപ്പോൾ ഒരുപാട് ഡ്രഗ്സ് ചെന്നാലും അത് അത്രയ്ക്കും പോസിബിൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടില്ല. അത് അതിനാൽ ട്രീറ്റ്മെന്റിന് ശേഷം മാത്രമേ നമുക്കൊരു മെഡിസിൻ കൊടുക്കാൻ പറ്റുള്ളൂ. Okay. So, have you had any situation that transpired during a dialysis session which you handled flawlessly from your personal experience? Yeah. In 2010, I was working in Goa. Okay. Goa Government Hospital 2010 വർക്ക് ചെയ്യുമ്പോൾ വൺ ടൈം ഒരു പേഷ്യന്റ് ഒരു എമർജൻസി ആക്സിഡന്റ് കേസ്, അതിൽ ആ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടില്ല. ബട്ട് അവർക്ക് ജുഗുലാർ നീഡിൽ ഇൻസേർട്ട് ചെയ്യേണ്ടി വന്നു. ജുഗുലാർ നീഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്ക് സൈഡിൽ നിന്ന് ഡയറക്റ്റ് ഹാർട്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന നീഡിലാണ് ജുഗുലാർ നീഡിൽ. ആ നീഡിൽ ആ സമയത്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്ത് അവിടെ ഡോക്ടറുടെ കൂടെ ഞാനും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അത് ഈവൻ മെഡിക്കൽ സൈഡ് അല്ല എന്നതിൽ കൂടി എനിക്കത് ചെയ്യേണ്ടി വന്നു. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മെഷീൻ സൈഡ് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അല്ല ഒരു പേഷ്യന്റിന്റെ അടുത്ത് ലൈവായിട്ട് ചെയ്യുന്നത്. ടു ബി ഫ്രാങ്ക് അത് ഒരു ഒട്ടും ഈസി ആയിരുന്നില്ല. അത് ഓവർകം ചെയ്തു വന്നു. Okay, so then can you please share your experience and view about Biomed 360 campaign? Like, what do you feel about this campaign? And ടു ബി ഫ്രാങ്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു എന്തൂസിയാസം അത് എവിടെയോ ലോസായി പോയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആരും കുറ്റം പറഞ്ഞല്ല, ഞാൻ ഫ്രാങ്ക്ലി പറഞ്ഞതാണ്. പക്ഷെ ഇതൊരു നല്ലൊരു സ്റ്റാർട്ടിംഗ് ആണ്. കാരണം ഇതൊരു പുതിയൊരു വ്യൂ ആണ്. എന്റെ ഇപ്പൊ ഞാനിപ്പോ 13 years വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ. ഇതൊരു പുതിയൊരു മരുന്ന് തന്നെയാണ്, ഒരു പുതിയ ഐഡിയ ആണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതൊരു നെഗറ്റീവായിട്ട് എടുക്കരുത്, ജസ്റ്റ് ഒരു So, is there anything else you want to say more about the dialysis machine and all we need to know? ഓക്കെ, ഡയാലിസിസ് മെഷീൻ മെഷീൻ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഒരു മെഷീനകത്ത് നമുക്ക് മെയിൻലി ഡയാലിസിസ് എന്നുള്ള മെത്തേഡ് നടക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് 2 ഫ്ലോ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഒന്ന് ഡയാലിസേറ്റ് ഫ്ലോ, പിന്നെ ഒന്ന് ബ്ലഡ് ഫ്ലോ. ഈ 2 ഫ്ലോ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഒരു മെഷീൻ യൂസ് ചെയ്യുന്നത്. ആ മെഷീനിന്റെ സേഫ്റ്റി പ്ലസ് പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് കണ്ടന്റ്സ് വെച്ചിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. അതിൽ തന്നെ പേഷ്യന്റ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഹെപ്പാരിൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എയർ ബബിൾ സെൻസ് ചെയ്യാനുള്ള സെൻസർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പേഷ്യന്റിന്റെ BP കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു മൊഡ്യൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 2 എക്സ്ട്രാ ബ്ലഡ് പുറത്തേക്ക് വരുന്നത് പുറത്തേക്ക് പോകുന്ന പോയിന്റിലും ചെക്ക് ചെയ്യുന്നുള്ള അതും യൂസ് ചെയ്യുന്നുണ്ട് സെൻസേഴ്സ്. പിന്നെ ഈ ഫ്ലൂയിഡിന്റെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ ഫ്ലൂയിഡിന്റെ കണ്ടക്ടിവിറ്റി അത് പ്രോപ്പർ ആയിട്ടുള്ള പ്രൊപ്പോർഷനിലാണ് വരുന്നത് എന്നത് ഉറപ്പിക്കുന്നതിനുള്ള കണ്ടക്ടിവിറ്റി സെല്ലുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഹീറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫ്ലോ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മോട്ടോറുകൾ യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പർ മോട്ടോറുകൾ. ഇത്രയാണ് മെഷീന്റെ ഒരു മെഷീനിന്റെ അകത്തുള്ള ഐറ്റംസും സേഫ്റ്റിക്കുള്ള കാര്യങ്ങളും ഇത്രയാണ്. Okay, so while undergoing hemodialysis, is there any specifications in medications or drugs which can interfere with the regulation of calcium and phosphate homeostasis? ഫോർ മെഷീൻ സൈഡ് ആണോ യൂസ് ചെയ്യുന്ന കെമിക്കലിന്റെ ആണോ പറഞ്ഞത്? മെഷീൻ സൈഡ്. ഓക്കെ, മെഷീൻ സൈഡിൽ യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്ന് പറഞ്ഞാൽ സോഡിയം ബൈകാർബണേറ്റ് ആണ്. സോഡിയം ബൈകാർബണേറ്റ് പ്ലസ് അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നോർമൽ വിനെഗർ. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടന്റ് സോഡിയം 140, പൊട്ടാസ്യം 2, കാൽസ്യം 1.4. അതുപോലെ കണ്ടന്റ്സ് കൃത്യമായിട്ട് പ്രൊപ്പോർഷൻ അടങ്ങിയിരിക്കുന്ന ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോ മെഷീനിലും കൃത്യമായിട്ട് നമുക്ക് സോഡിയം പ്രൊഫൈല്, പൊട്ടാസ്യം പ്രൊഫൈല്, കാൽസ്യം പ്രൊഫൈൽ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ടാണ് നമ്മൾ മെഷീനിൽ എത്ര കണ്ടന്റ് ആണ് പേഷ്യന്റിലേക്ക് പോകുന്നത് എന്നുള്ളത് സെറ്റ് ചെയ്യുന്നത്. അത് പേഷ്യന്റ് സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓരോ പേഷ്യന്റിന്റെയും സ്റ്റാറ്റസ് നോക്കിയിട്ട് പേഷ്യന്റ് പ്രൊഫൈൽ സെലക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നത്.
How often should we check arterial blood gas from hemodialysis patients to adjust bicarbonate concentration of dialysate? ഫ്രീക്വന്റ്ലി ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ബെറ്റർ. മേ ബി 1 or 2 times ഒക്കെ ചെയ്യുമ്പോൾ ഈ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് റൂട്ടീൻ, അത് വീക്കിലി ഇത്ര ടൈംസ് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് തന്നെ ഇത് ചെയ്യേണ്ടി വരും. ഇപ്പൊ മോർ ക്രിട്ടിക്കൽ കേസ് ആണെങ്കിൽ അത് മോർ ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. വൺ ടൈം എവറി ടൈം ചെയ്യേണ്ടി വരും, ഓർ ഇൻ എ വീക്ക്, വൺസ് ഇൻ എ വീക്ക്. And what are the pros and cons in center hemodialysis and at home hemodialysis? Like at home എന്ന് പറഞ്ഞാൽ പെരിറ്റോണൽ ഡയാലിസിസ് ഓർ ഹീമോഡയാലിസിസ് അറ്റ് ഹോം. അതില് പ്രോസ് മീൻസ് ഹോം ഡയാലിസിസിലെ പ്രോസ് എന്ന് പറയുന്നത് തീരെ കുറവാണ്. ഓൺലി നമ്മുടെ സെൽഫ് ഫ്രീഡം, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഫ്രീ ആയിരിക്കാം, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നെഗറ്റീവാണ്. കാരണം നമ്മുടെ സേഫ്റ്റി ഒരുപാട് നമ്മളെ സ്വന്തം സേഫ്റ്റി തന്നെയാണ് റിസ്ക് ചെയ്യുന്നത് ഹോം ഡയാലിസിസിൽ. നേരെ സെന്റർ ഡയാലിസിസിൽ നമ്മുടെ സേഫ്റ്റി മാക്സിമം ആയിരിക്കും. ഒരു എമർജൻസി എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവിടെ ടെക്നീഷ്യൻസ്, സ്റ്റാഫ് നഴ്സ്, ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ടായിരിക്കും. ഈ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് ഒരു പേഷ്യന്റ് കാർഡിയക് അറസ്റ്റ് വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. Thank you so much, Sibin sir, for your enlightening session, and me along with our team members would like to thank from the bottom of our hearts for your valuable time.